നമസ്കാരം. മാൾട്ടയിലുള്ള ഒരുപാട് മലയാളികൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പുസ്തകം മാൾട്ടയിൽ അവൈലബിൾ ആണോന്ന്. അങ്ങനെ നവംബർ തുടങ്ങിയുള്ള നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായിട്ടുണ്ട്. പുസ്തകം കിട്ടി. ഇനി മാൾട്ടയിലുള്ള ആരെങ്കിലും പുസ്തകം വേണമെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. പുസ്തകത്തിൻ്റെ 50ഓളം കോപ്പി നാട്ടിൽ നിന്ന് അയച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ അയച്ചതാണ്. സാധാരണ ഒരാഴ്ച കൊണ്ടൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ 4 മാസത്തിന് ശേഷമാണ്. ഇന്നലെ ആണ് ഇതിൻ്റെ കളക്ഷൻ ലെറ്റർ വന്ന് ഇപ്പോൾ പോയിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മേടിച്ചിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പുസ്തകം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ പുസ്തകം എല്ലാവരും അറിയുന്ന ഒരു പുസ്തകമായിരിക്കും. ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഇന്നസെൻ്റ് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ഈ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഇന്നസെൻറ്റിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളായിട്ടും അവരുടെ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട പുസ്തകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കൂടെ എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചു തന്നതാണ്. ഞാൻ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു പുസ്തകമാണ്. എൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നഴ്സിങ്ങിൽ ഓരോ നഴ്സുമാരും കടന്നു പോകുന്ന ഒരു ജീവിതമുണ്ട്, ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ നിങ്ങളൊരു നേഴ്സായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ പരിചയക്കാരോ അയൽവക്കക്കാരോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നേഴ്സുമാരായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നേഴ്സുമാരുടെ ജീവിതത്തിൽ അവരുടെ പ്രൊഫഷനിൽ അവരനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്ന് ഉള്ള ഒരു വായനയാണ് എൻ്റെ ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഇതൊരു നോവൽ പോലെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതൊരു ശരിക്കും റിയലായിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ജീവിതാനുഭവങ്ങളുടെ ഒരു സ്റ്റോറിയിലൂടെയാണ് ഈ പുസ്തകം നിങ്ങളിലേക്ക് ഓരോ നഴ്സുമാരെയും പരിചയപ്പെടുത്തി വരുന്നത്. അപ്പോൾ ഈ പുസ്തകം എനിക്ക് തോന്നുന്നത് നഴ്സിംഗ് മേഖലയോട് ഓരോ ആളുകൾക്കുള്ള നിങ്ങളുടെ സമീപനം ചിലപ്പോൾ ഈ പുസ്തകം വായിച്ചതിന് ശേഷവും അതിന് മുൻപും രണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ നഴ്സുമാർ വിദേശത്തേക്കൊക്കെ എത്തിയിട്ടുള്ള നഴ്സുമാരെ സംബന്ധിച്ച് ഇതൊരു ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും കൂടിയായിരിക്കും. അപ്പോൾ പല വിധത്തിലും വായിച്ച ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. കഴിയുന്ന എല്ലാവരും ഇതൊന്ന് മേടിച്ച് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാൾട്ടയിൽ ഇപ്പോൾ പുസ്തകം അവൈലബിൾ ആണ്. മാൾട്ടയിൽ ഇപ്പോൾ ഇത്രത്തോളം കുറച്ചധികം കോപ്പികൾ വന്നിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ചോദിച്ചതെന്നുള്ളത് ഞാൻ കുറേ പേരുടെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒന്നും കോണ്ടാക്റ്റുകൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വേണ്ട എല്ലാവരും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. പേഴ്സണലി മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എൻ്റെ നമ്പറിൽ വിളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് എങ്ങനെ എത്തിക്കാൻ പറ്റും അതിനനുസരിച്ച് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാം. ഞാനിവിടെ മാൾട്ടയിൽ 5 യൂറോ ആണ് പുസ്തകത്തിന് മേടിക്കുന്നത്. നാട്ടിൽ ഇത് 180 രൂപയുള്ളൂ. പക്ഷേ പോസ്റ്റൽ ചാർജുകളും മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് 5 യൂറോ എങ്കിലും മേടിക്കാതെ നമുക്കത് കൊടുക്കുന്നത് മുതലാവാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കഴിയുന്ന എല്ലാവരും മേടിച്ച് വായിക്കണം. വായിക്കുമ്പോഴാണ് നമ്മൾ ഒരു സന്തോഷം. ഞാൻ എഴുതിയ കാര്യത്തിനെ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടെ അതൊന്ന് മേടിച്ച് വായിച്ച അഭിപ്രായങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് കിട്ടട്ടെ. നാട്ടിൽ പുസ്തകം ആവശ്യമായിട്ടുള്ളവർ നൈജോ മൈപ്പാനിന്ന് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുസ്തകം ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 180 രൂപയാണ് വില. ഫ്ലിപ്കാർട്ടിലല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ബുക്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ ഒരു ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് ഈ പുസ്തകം അവർ അയച്ചു തരും. അത് എക്സ്പ്രസ് ബുക്സിൻ്റെ തന്നെ ഒഫീഷ്യലി ഉള്ള നമ്പറാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് പുസ്തകം മേടിക്കാം. കഴിയുന്ന എല്ലാവരും പുസ്തകം മേടിക്കണം. പുസ്തകം മേടിച്ച് പ്രോത്സാഹിപ്പിക്കണം. നന്ദി, നമസ്കാരം.